ഇന്ന് ഞാനിവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വടപ്പാവ് ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ വേഗത്തിലല്ല, കുറച്ച് സമയമെടുക്കും, എങ്കിലും വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. നിങ്ങളിതുപോലെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അതിനായി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നല്ലതുവണ്ണം പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് കുക്കറിൽ അതിൻ്റെ പരുവത്തിന് വേവിച്ചെടുക്കണം. കൂടുതൽ വെന്ത് പോയാൽ അത് ടേസ്റ്റ് വരത്തില്ല. അതുപോലെ ഇത് നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടതായതുകൊണ്ട് അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അധികം വെന്ത് പോകാതെ തന്നെ എടുക്കുക. ഞങ്ങൾക്കിവിടെ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് ഈ രീതിയിലുള്ളതാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങാണ്. ഇത്രയും നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങാണ്. അധികം ഷുഗറൊന്നും ഇതിനകത്തില്ല, മധുരമില്ല എന്നൊക്കെ പറയുന്നറിയില്ല. എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന ഇത്രയും ഉരുളക്കിഴങ്ങാണ്. വെള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. അത് വല്ലപ്പോഴുമൊക്കെ മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങിനകത്ത് കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് മുറിക്കുമ്പോഴല്ലേ ഉടയ്ക്കുമ്പം അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇതുപോലെ ഞാനിവിടെ ഇത് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ കൈ കൊണ്ടാണ് ഒന്ന് ഉടച്ചത്. നല്ല ചൂടാണ്. ചൂടോടെ തന്നെയാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ചൂടോടെ തന്നെയാണ് എടുത്തത്. ഇതിനകത്ത് കേടുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക നമ്മളിത് ഉടച്ചെടുക്കുമ്പം. ഈ കൈ കൊണ്ട് എടുക്കാതെ സ്മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ സ്മാഷ് ചെയ്തെടുക്കാം. പിന്നെ അതില്ല എങ്കിൽ ഞാനിവിടെ വേറൊരു ഐഡിയ കൂടി പറഞ്ഞു തരാം. ഇതുപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ച് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം. അധികം ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു രീതിയിൽ മാത്രം നമുക്ക് ഉടച്ചെടുത്താൽ മതി. ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഇനി നമുക്ക് എടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി അധികം ചേർക്കണ്ട. അതിനുശേഷം പച്ചമുളക്, ഞാൻ എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തത്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് അല്പം, പിന്നെ മല്ലിയില കൂടെ ചേർത്ത് ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മൊത്തം അരഞ്ഞു പോകേണ്ട, ഫൈനാകണ്ട, ഈ ഒരു രീതിയിൽ മാത്രം ചതച്ചെടുത്താൽ മതി. ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഞാൻ ബൗളിലേക്ക് ബേസൻ എന്ന് പറഞ്ഞാൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ബേസൻ എന്ന് പറയും. കടലമാവ് എടുത്തു. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഇനി ഇത് നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. ഇതിലേക്ക് അല്പം കായം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കായം ചേർക്കാൻ വിട്ടുപോയതാണ്. കായം കൂടി ചേർത്ത് കൊടുക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ കടലമാവ് കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും അതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് കായപ്പൊടി നിങ്ങൾ അല്പമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഇതുപോലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് വട തയ്യാറാക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ എനിക്ക് തിരുത്തുവാൻ പറ്റും. പിന്നെ തെറ്റുകളുണ്ടെങ്കിൽ അത് അറിയിക്കുക. അത് ബാറ്റർ തയ്യാറാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിനെ ഉടച്ച് വെച്ച് അതിനി നമുക്ക് മസാല ചേർക്കണം. അതിനായി ഞാൻ പാനിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാല തയ്യാറാക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മസാല ചേർത്ത് കൊടുത്ത് ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ അത് ഇളക്കി കൊടുക്കുക.
ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർക്കാതാണല്ലോ പുഴുങ്ങിയത്, അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് ഇളക്കി കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന് ഇതിലേക്ക് ചേർത്ത് ഇളക്കണം. ഇതുപോലെ ഇതൊന്ന് പച്ചമുളകൊക്കെ ഇത് മാറി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. കുറച്ച് സമയമെടുക്കും എങ്കിലും സാരമില്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് മുംബൈയിലെ ഫേമസ് ആണ് വടപ്പാവ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അങ്ങനെ ലഭിക്കാറില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തയ്യാറാക്കും. എനിക്ക് വളരെ ഇഷ്ടമാണ്. മുംബൈയിലെ ആൾക്കാർ ജോലിയൊക്കെ ചെയ്യുമ്പം ഈ ഒരു വടപ്പാവൊക്കെ കഴിച്ചിട്ട് മാത്രമാണ് ചിലർ ജോലി ചെയ്യുന്നത്. വളരെ ഫേമസ് ആണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇതുപോലെ ഉരുളക്കിഴങ്ങെല്ലാം മസാലയെല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇല്ല എന്നും കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, മല്ലിയില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ പച്ചമല്ലി നമുക്ക് കടുക് പൊട്ടിക്കുമ്പം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിലോട്ട് ഇട്ടാലും മതി. മല്ലിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, കുഴപ്പമില്ല. മല്ലിയില ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ബാക്കി ചേരുവകൾ ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അത് തണുക്കുമ്പോൾ വേണം നമുക്കത് ഉരുട്ടിയെടുക്കാൻ. ഞാനത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വട ഉണ്ടാക്കാം. തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. നമ്മൾ സമയം എടുക്കുമെന്ന് വിചാരിച്ച് കൂടാതെ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ മലയാളികൾക്ക് കപ്പ വേവിക്കുക, മീൻ കറി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വലിയ പ്രൊസീജിയർ, അതുപോലെ തന്നെയാണ് ചെറിയൊരു പ്രൊസീജിയറാണ് ഇത്. എന്നാലും കുഴപ്പമില്ല, ഒരു അരമണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. സാരമില്ല, നമ്മൾ മടി കൂടാതെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നും ഭാരം ആവത്തില്ല. ഞാനിതെല്ലാം ഇവിടെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റാണ്. ഇത് മാവ് മുക്കി വറുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിങ്ങനെ കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം. കാരണം ഇതെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് നമുക്കങ്ങനെ കഴിക്കാം. അങ്ങനെ കഴിച്ചാൽ അത് മൊത്തം തീരും. കഴിക്കാൻ തുടങ്ങി അത് മൊത്തം തീരുന്നവരെ കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിവിടെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് മുക്കിയതിന് ശേഷം എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിലിട്ട് കൊടുക്കുമ്പം ഈ എക്സ്ട്രാ വീഴുന്ന അതൊന്നും ഒരു പ്രശ്നമല്ല. അത് നമുക്ക് പിന്നെ യൂസ് ആകും. അത് സാരമില്ല, അത് നമുക്ക് കോരിയെടുത്താൽ മതി. വേറെ വീഴുന്നത് അത് സാരമില്ല. ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ വറുത്തെടുക്കണം. ഞാൻ 4 ഉരുളക്കിഴങ്ങ് എടുത്തതിൽ എനിക്ക് 10 എണ്ണം ഉണ്ടാക്കാൻ കിട്ടി. 10 വടയായിട്ട് കിട്ടി. ഇതുപോലെ ഓരോന്ന് നമുക്ക് വറുത്തെടുക്കണം. ഈ വടപ്പാവ് കഴിക്കുമ്പോൾ ഈ എക്സ്ട്രാ വീഴുന്ന തരികൾ അത് ഈ പാവിനകത്ത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെയും ചെയ്യാം. പിന്നെ അത് ചട്നി ഉണ്ടാക്കാം, അതിനൊക്കെ വേണ്ടി നല്ലതാണത്. അതുകൊണ്ടത് എക്സ്ട്രാ വീഴുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് നമുക്ക് കോരിയെടുക്കാം. അതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ മാവ് തയ്യാറാക്കുമ്പം അധികം ലൂസാകാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ലെന്ന്. കാരണം നമ്മൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ അതിൽ മുക്കി വരുമ്പോഴത്തേക്ക് അത് പിന്നെ നല്ലതായിട്ട് ലൂസായിപ്പോവും. അത് പിന്നെ ശരിയാവത്തില്ല. ഞാനിതുപോലെ ഇതെല്ലാം ഒന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു മെത്തേഡ് കൂടി കാണിക്കാം. എക്സ്ട്രാ അധികം വീഴാതിരിക്കാൻ വേണ്ടി ഈ മാവ് അധികം വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെയും ചെയ്യാം. സ്പൂണ് കൊണ്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ കോരിയെടുത്തതിന് ശേഷം നമുക്ക് ആ എക്സ്ട്രാ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. കുറച്ചൊക്കെ ഒഴിവാക്കാം, മൊത്തമല്ല, കുറച്ചൊക്കെ ഒഴിവാക്കാം.
ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. കൈകൊണ്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഇതുപോലെ സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കുക. അതാകുമ്പോൾ മാവ് അധികം വീഴത്തില്ല. ഇതുപോലെ ഞാൻ അത് അങ്ങനെ ഇട്ടപ്പോഴും കുറച്ച് വീണിട്ടുണ്ട്, സാരമില്ല, നമുക്ക് കോരിയെടുത്താൽ മതി. ഇതുപോലെ ഞാൻ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വടയെല്ലാം ഒന്ന് റെഡിയായി. ഇനി ഇത് ബാക്കി വന്ന ആട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ആ തയ്യാറാക്കി വെച്ച കടലമാവിൽ നിന്ന് കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതിനായിട്ട് വടാപ്പാവിൻ്റെ സ്പെഷ്യൽ ചട്നിയാണ്. അത് നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇനി വറുത്തെടുക്കുന്നുണ്ട്. ചെറു തീയിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഇങ്ങനെ ഒഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കോരുന്നത് ചട്ടുകത്തിൻ്റെ കിഴുത്തേൽ കൂടി നമുക്ക് ഒഴിക്കാൻ പറ്റും. എന്നിട്ട് ചെറിയതായിട്ട് വീഴുമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യം കഴിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ തയ്യാറാക്കുന്നത്. നിങ്ങളിതുപോലെ തയ്യാറാക്കുക. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ഫേമസായ, മുംബൈക്കാർക്ക് വളരെ ഫേമസായ ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുംബൈയിലായിരുന്ന സമയത്ത് വളരെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ അധികം വന്ന് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അധികം വന്നതിലേക്ക് ഞാൻ നമ്മുടെ സവള ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് അതിലിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അത് ഇളക്കിയെടുത്ത് ഇതുപോലെ എണ്ണയിൽ അതും വറുത്ത് നമുക്കെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഉള്ളി ബജിയ എന്ന് പറയും. ഉള്ളി ബജിയ അതും കഴിക്കാൻ നല്ലതാണ്. നിങ്ങളിതുപോലെ ബാക്കി ഉണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളി ചേർത്ത്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വട്ടത്തിലരിഞ്ഞ് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് അതും ഇതുപോലെ വറുത്തെടുക്കാം. അല്ലെങ്കിൽ പാലക്കിൻ്റെ ബജിയ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പനിനീർ കുറുക്ക, അതിൻ്റെ ഇലയും നല്ലതാണ്. അത് ഇതുപോലെ വറുത്തെടുത്ത് നമുക്ക് കഴിക്കാം. ആട്ട അധികം വന്നാൽ അതൊരിക്കലും കളയരുത്. ഇതുപോലെ എന്തെങ്കിലും അതിനകത്തോട്ട് ചേർത്ത് ആ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. ഞാനിതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് അകം വേകാൻ ഇച്ചിരി സമയമെടുക്കും. കാരണം ഉള്ളി പച്ച ആയതുകൊണ്ട്. അതുകൊണ്ട് മീഡിയം തീയിൽ വെച്ച് വേണം ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഇതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടി വറുത്തെടുത്തു. ഇനി നമുക്ക് അല്പം പച്ചമുളക് കൂടി വറുത്തെടുക്കാം. വടാപ്പാവിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് പച്ചമുളക് വറുക്കുമ്പോൾ എപ്പോഴും അത് ചെറുതായിട്ടൊന്ന് മുറിച്ച്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണം പിച്ചാത്തി വെച്ചിട്ട്. എന്നിട്ട് മാത്രമേ പച്ചമുളക് എപ്പോഴും വറുക്കാവൂ. അങ്ങനെയായിട്ട് വറുക്കരുത്, പൊട്ടിത്തെറിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമൊന്നാണ്. ചെറുതായി ഒന്ന് മുറിക്കുക, അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് വേണം ഇതുപോലെ വറുത്തെടുക്കാൻ. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം വറുത്ത് കോരിയ കടലമാവ് അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇച്ചിരി എരിവൊക്കെ വേണം ഇതിന്, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതോടൊപ്പം ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, പിന്നെ വെളുത്തുള്ളി തൊലി കളയാതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അതെല്ലാം കൂടി ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് പാവാണ്. പാവ് മുമ്പേ കിട്ടുന്ന പോലെ പാവ് ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഞങ്ങൾക്ക് പാക്കറ്റായിട്ടുള്ള പാവാണ് കിട്ടിയത്, ടപ്പ് ആൻഡ് ഡൗണിൻ്റെ. ഇതുപോലത്തെ അത് മുംബൈയിലെ പാവ് കിട്ടുമ്പം അത് ഭയങ്കര വലിയതായിട്ടുള്ള പാവാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല. അതുപോലെ ഇത് മുറിച്ച് കഴിയുമ്പോൾ പെട്ടെന്നത് രണ്ടായിട്ട് പോകും. അതുകൊണ്ട് ഇത് വലിയ ടേസ്റ്റല്ല. മുംബൈയുടെ പാവ് വേറെ തന്നെയാണ്, അത് കഴിക്കേണ്ടത് തന്നെയാണ്. അതിവിടെ കിട്ടില്ല. അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇതുപോലെ പാവൊന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചട്നി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അല്പം സവാള കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിനകത്തേക്ക് പാവ് വെച്ചതിന് ശേഷം നമുക്ക് മുളക് വറുത്തതും കൂടി ചേർത്ത് കഴിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഓക്കെ.